നമസ്തേ. ശിവശക്തി ചൈതന്യമായ വിഷ്ണുമായ കഥകളുടെ മൂന്നാമത്തെ ഭാഗമാണ് ഇന്ന് പറയുന്നത്. മധ്യകേരളത്തിൽ ഏറ്റവും കൂടുതൽ ആരാധിച്ചു വരുന്ന ദേവതയാണ് വിഷ്ണുമായ അഥവാ ചാത്തൻ. അതിശയോക്തികളിലും കെട്ടുകഥകളിലും കേട്ടുകേൾവിയിലുമൊക്കെ വിഷ്ണുമായയെക്കുറിച്ച് വിവിധങ്ങളായ പരാമർശങ്ങളാണുള്ളത്. ഇതേക്കുറിച്ച് ഇന്നും പൂർണ്ണമായ ഒരു ധാരണയില്ലാത്തതാണ് അതിന് കാരണം. നമ്മുടെ പൂർവികരുടെ ഈടുവയ്പ്പുകളിൽ ഉണ്ടായിരുന്ന താളിയോല ഗ്രന്ഥങ്ങളിലെ പല അമൂല്യ മന്ത്രതന്ത്ര വിധികളും മറ്റും കാലപ്പഴക്കത്താൽ നഷ്ടപ്പെട്ടു പോവുകയും അറിവുള്ളവർ അത് മറച്ചു വയ്ക്കുകയും ചെയ്തത് അറിയാൻ ആഗ്രഹമുള്ള പുതിയ തലമുറയോട് ചെയ്ത മഹാ അപരാധമായി. അവർ ഇത്തരം കാര്യങ്ങളിൽ അജ്ഞരുമായി. പുരാണ കഥകൾ പഴഞ്ചനെന്ന് മുദ്രകുത്തി അവഗണിക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്നവ വായിക്കാനും കേൾക്കാനും ജനങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്നു. ഈശ്വര കഥകളോട് തോന്നുന്ന ഇഷ്ടം ഭക്തിമാർഗത്തിലേക്കുള്ള കാൽവെപ്പായി കണക്കാക്കാം. പുരാണങ്ങളെല്ലാം തന്നെ വൈദിക സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ആ സംസ്കാരം കൈവരിക്കണമെങ്കിൽ ആഴത്തിലുള്ള ചിന്ത അത്യാവശ്യമാണ്. ലാഘവത്തോടെ രചിക്കപ്പെടേണ്ടതല്ല പുരാണങ്ങൾ. രണ്ടാമത്തെ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് ബ്രഹ്മാവിനെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തി വരമെല്ലാം മേടിച്ചിട്ട് ഭൃംഗാസുരൻ തിരിച്ചു വരികയാണ്. അപ്പോൾ ഇന്ന് പറയുന്നത് വികലാസുരനെ കുറിച്ചാണ്. വികലാസുരൻ്റെ ഭടന്മാർ നിഗൂഢരാവിൻ്റെ നിശബ്ദ യാമങ്ങളിൽ നിതാന്ത ജാഗ്രതയോടെ അവരിങ്ങനെ നടന്നു. ഓരോ ഗ്രാമങ്ങളിലെയും ഓരോ കുടിലുകൾക്ക് മുന്നിലും പിന്നിലും നിന്ന് രഹസ്യമായി അവർ ആ കുടിലുകളാകെ വീക്ഷിച്ചു. ആൺ പ്രജകൾ ഉണ്ടെങ്കിൽ മാത്രം അവർ ആ കുടിലിലേക്ക് ഇരച്ചു കയറി. 10 വയസ്സിന് താഴെ മാത്രം പ്രായമായ ആൺകുട്ടികളുണ്ടെങ്കിൽ അവർ അവനെ കടന്നു പിടിക്കും. നീ കേയൂരിയുടെ പുത്രനാണോ? നിന്റെ പേര് ഭൃംഗനെന്നാണോ? ആ ചോദ്യം മാത്രം കേൾക്കുന്ന ഉത്തരങ്ങളെല്ലാം എല്ലായ്പ്പോഴും ഒന്ന് മാത്രമായിരുന്നു, അല്ല. പക്ഷേ അത് തെളിയിക്കാനൊന്നും ആരും മെനക്കെട്ടില്ല. അപ്പോൾ അവൻ കള്ളം പറഞ്ഞുവെന്നും തങ്ങൾ ഉദ്ദേശിച്ചു വന്നവൻ അവൻ തന്നെയാണെന്ന് ഉറച്ചു വിശ്വസിച്ച് അവർ അവൻ്റെ തല അറുത്തെറിയും. നാടായ നാട് മുഴുവൻ ഈ രംഗം ആവർത്തിക്കപ്പെട്ടു. അവർ വികലാസുരൻ്റെ കിങ്കരന്മാരായിരുന്നു. ഭൃംഗാസുരനെ തേടി കണ്ടുപിടിക്കേണ്ട സംഘത്തിലെ ഭടന്മാരായിരുന്നു. നാടിൻ്റെ നഗരത്തിൻ്റെ എന്ന് വേണ്ട രാജ്യങ്ങളായ രാജ്യങ്ങൾ മുഴുവൻ അവർ അരിച്ചു പെറുക്കി പരിശോധിച്ചു. തങ്ങൾക്ക് സംശയം തോന്നിയ കുട്ടികളെയെല്ലാം കൊന്നൊടുക്കി. അപ്പോൾ പൈശാചികമായ ഒരു പടയോട്ടമായിരുന്നു. ആ പതിവ് തുടങ്ങിയിട്ട് വർഷങ്ങൾ കുറേയായി. യഥാർത്ഥ ഭൃംഗനെ കണ്ടെത്താൻ ഇന്നോളം ഒരാൾക്കും കഴിഞ്ഞില്ല. ഭൃംഗൻ ഏത് പാതാളത്തിൽ പോയി ഒളിച്ചു? വികലാസുര രാജാവിൻ്റെ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിയത് ആ ഒരൊറ്റ ദൗത്യത്തിൻ്റെ പേരിലാണ്. അദ്ദേഹത്തിൻ്റെ ദിനരാത്രങ്ങളും അതേ ഓർമ്മകളിൽ മുഴുകി അസ്വസ്ഥതയിലായിരുന്നു. വിശാലമായ രാജകൊട്ടാരമുറ്റത്ത് ഉലാത്തുകയാണ് വികലാസുര രാജാവ്. അപ്പോഴും ഗാഢമായ ആലോചനയിൽ തന്നെ. അങ്ങനെയുള്ള അവസരങ്ങളിലാണ് അദ്ദേഹം അന്തഃപുരം വിട്ട് പുറത്തുള്ള ഉലാത്തലിന് തയ്യാറാവുക. ഇന്നോളം താൻ ആഗ്രഹിച്ചതെല്ലാം അതുപോലെ നടന്നിട്ടുണ്ട്. മകൾ കേയൂരിയുടെ ഉന്മൂലനാശം പോലും. പരാജയം എന്തെന്ന് അറിഞ്ഞിട്ടേ ഇല്ല. ഒരേ ഒരു കാര്യത്തിലാണ് അത് സംഭവിക്കാൻ പോകുന്നതെന്നൊരു തോന്നൽ. അത് കേയൂരിയുടെ പുത്രനെ കണ്ടെത്തുന്ന കാര്യത്തിലാണ്. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ഇന്നും അതിനായിട്ടില്ല. ലോകം മുഴുവൻ ഒരു ഇഞ്ച് വിടാതെ പരിശോധിച്ചു. ഇപ്പോഴും ആ പരിശോധന തുടരുന്നുണ്ട്. തെറ്റിദ്ധാരണയുടെ പേരിൽ എത്രയെത്ര കുരുന്നുകളെ ബലി കൊടുത്തു. ഇനി എവിടെ തിരിഞ്ഞാലാണ് അവനെ പിടികൂടാൻ കഴിയുക? എത്തും പിടിയും കിട്ടാതെ ഒരന്ത്യവുമില്ലാതെ ആ ചിന്തകളുമായി തന്നെ ഉലാത്തിക്കൊണ്ടിരുന്ന വികലാസുരൻ തിരികെ അന്തഃപുരത്തിലേക്ക് തന്നെ മടങ്ങാൻ തുടങ്ങുമ്പോഴായിരുന്നു പെട്ടെന്ന്, വളരെ പെട്ടെന്ന് കൊട്ടാരത്തിൻ്റെ നാനാ ദിക്കുകളിൽ നിന്നും അന്തരീക്ഷത്തിലൂടെ മൂളിപ്പറന്നു വന്ന കുറേ വസ്തുക്കൾ മുറ്റത്ത് തെരുതെരെ വീഴാൻ തുടങ്ങിയത്. അകലെ എവിടെ നിന്നോ ഒരു ചുഴലിക്കാറ്റിൻ്റെ മൂളക്കവും ഉയർന്നു തുടങ്ങി. ഭയന്നു പോയ വികലാസുരൻ നടുക്കത്തോടെ തിരിഞ്ഞു. ഇരുട്ട് പരന്നു തുടങ്ങിയ നേരമായിരുന്നത് കൊണ്ട് മുറ്റത്ത് വീഴുന്ന വസ്തുക്കൾ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. ആലിപ്പഴം പോലെ അപ്പോഴും അത് പൊഴിഞ്ഞുകൊണ്ടിരുന്നു. വല്ലാത്ത അത്ഭുതം തോന്നി വികലാസുരന്. മുറ്റത്തേക്ക് തന്നെ തിരിച്ചു വന്ന അദ്ദേഹം അതെന്താണെന്നറിയാൻ അടുത്ത് ചെന്ന് നോക്കി. ആ നിമിഷം നടങ്ങിപ്പോയി അസുര രാജാവ്. തലകളായിരുന്നു അത്. നാനാ ദിക്കിലേക്കും ഭൃംഗാന്വേഷണത്തിനായി രാജാവ് അയച്ച ഭടന്മാരുടെ വെട്ടിയെടുത്ത തലകൾ. എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ കഴിയും മുമ്പേ പിന്നെയും ഉണ്ടായി തലവർഷം. അരനാഴികയ്ക്കുള്ളിൽ അസുര രാജാവ് അയച്ച സകല ഭടന്മാരുടെയും ഉടലില്ലാത്ത തലകൾ തിരിച്ചെത്തിയിരിക്കുന്നു. സംഭവിക്കുന്നത് എന്താണെന്ന് ആലോചിക്കാനേ കഴിയുന്നില്ല. ഇത്ര വിദഗ്ധമായി ഇത് ചെയ്യാൻ പ്രാപ്തിയുള്ള ശത്രു ആരാണ്? അത് കണ്ടെത്തണം. അതിനുള്ള മാർഗം ആലോചിക്കണം. ആരോടും ഒരക്ഷരം പോലും ഉരിയാടാതെ എല്ലാവരിൽ നിന്നും ഓടിയൊളിക്കാനുള്ള വ്യഗ്രതയോടെ വികലാസുരൻ അന്തഃപുരത്തിലേക്ക് തന്നെ മടങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴേക്കും നേരത്തെ കേട്ട ആ ചുഴലിക്കാറ്റ് പോലുള്ള ആരവം കൊട്ടാരവാതിൽ കടന്നു വന്നു. ഭൃംഗന്റെ നേതൃത്വത്തിലുള്ള ഒരു വൻ പടയായിരുന്നു അത്. ഭടന്മാർ ശത്രുക്കൾക്ക് നേരെ തിരിയാനിട കിട്ടും മുമ്പേ ശത്രുക്കൾ അവരുടെ തലകൾ കൊയ്തു തുടങ്ങി. വികലാസുരനെ ശത്രുഭടന്മാർ വളഞ്ഞു.
ഭൃങ്കന്റെ കയ്യിൽ നിന്ന് കടുത്ത വിഷം പുരട്ടിയ ഒരു വേൽ അസുരരാജാവിന്റെ നേരെ പാഞ്ഞു. അത് ചെന്ന് കൊണ്ട മുഹൂർത്തത്തിൽ തന്നെ അസുരരാജാവ് മരിച്ചു വീണു. തന്റെ പിതാവിനെ അസുരരാജഭടന്മാർ വധിച്ചതുപോലെ തന്നെ വികലാസുരനെ വധിക്കണമെന്ന് ഭൃങ്കൻ തീരുമാനിച്ചിരുന്നു. ഭൃങ്കൻ ജൈത്രയാത്ര ആരംഭിച്ചു കഴിഞ്ഞു. അങ്ങനെ അസുരരാജാവിന്റെ കൊട്ടാരം ഭൃങ്കന്റെ അധീനതയിലായി. വികലാസുരനുമായി ബന്ധപ്പെട്ട ഒരൊറ്റ ജീവിയും ആ കൊട്ടാരത്തിൽ അവശേഷിക്കാതിരിക്കാൻ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. വികലാസുര രാജാവിന്റെ സിംഹാസനത്തിൽ ഭൃങ്കൻ ഇരുന്നു. അവിടെ ഇരുന്ന് അയാൾ ആർത്തട്ടഹസിച്ചു. അങ്ങനെ ഒരു ദൗത്യം പൂർത്തിയാക്കിയിരിക്കുന്നു. ഇനി അടുത്തത്. അസുര രാജാവിനെ പോലെ തന്നെ തന്റെ മാതാപിതാക്കളെ നശിപ്പിച്ചതിൽ താപസന്മാർക്കും തുല്യ പങ്കുണ്ട്. വികലാസുര വംശം ഒടുക്കിയതുപോലെ താപസവർഗത്തെയും ഉന്മൂലനം ചെയ്യാൻ മാതാപിതാക്കളുടെ ആത്മാക്കൾ ഭൃങ്കനോട് ആവശ്യപ്പെട്ടു. ഭൃങ്കന്റെ ജൈത്രയാത്രയിൽ നിഴലായി നിർദ്ദേശങ്ങളായി അവരെപ്പോഴും അവന്റെ കൂടെയുണ്ടായിരുന്നു. അസുര രാജാവ് കൊല്ലപ്പെട്ടതറിഞ്ഞ അവരുടെ ആഹ്ലാദം അവൻ അറിഞ്ഞതാണ്. ഭൃങ്കൻ ഭൂലോകത്തെ കിടുകിടാ വിറപ്പിച്ചു. മഹർഷിമാരുടെ തപസ്സുകൾ മുടക്കുകയും അകാരണമായി അവരെ വധിക്കുകയും നിരവധി കന്യകമാരെ നശിപ്പിക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഭൂലോകത്ത് മനുഷ്യർക്ക് സ്വൈര്യമായി ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷമായി. ഭൃങ്കൻ തന്റെ ജൈത്രയാത്ര ഇങ്ങനെ തുടരുകയാണ്. ഭൃങ്കാസുരനെ കൊണ്ട് അസാധ്യമായതൊന്നും ഈ ഭുവനത്തിലില്ല. അവന്റെ മനക്കണ്ണുകളിൽ ഋഷിവനം തെളിഞ്ഞു. ക്ഷിപ്രപ്രയോഗമാണ് ഭൃങ്കൻ്റേത്. ഒന്ന് തീരുമാനിച്ചാൽ നേരെ ഭേദങ്ങളോ അതേപോലെ സമയകാലങ്ങളോ നോക്കാറില്ല. അപ്പോഴും അത് തന്നെ സംഭവിച്ചു. തൻ്റെ സൈന്യങ്ങളെയെല്ലാം വിളിച്ചു കൂട്ടി ഉടൻ തന്നെ ഋഷിവനത്തിലേക്ക് പുറപ്പെടാൻ ആജ്ഞയും നൽകി. അടുത്ത ക്ഷണം അവർ ലക്ഷ്യത്തിലേക്ക് പുറപ്പെട്ടു. ബ്രാഹ്മമുഹൂർത്തമായിരുന്നു. താപസരെല്ലാം ഉണർന്ന് അവരവരുടെ ദിനകൃത്യങ്ങളിൽ ഏർപ്പെടാൻ തുടങ്ങുന്ന മുഹൂർത്തം. അപ്പോൾ പുഴയോരങ്ങളിലും പാറക്കെട്ടുകളിലും സ്വന്തം കൂടാരത്തിനുള്ളിലുമൊക്കെ തപസ്സും ധ്യാനവും ആരംഭിക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു ഓരോരുത്തരും. വന്യമായ ഒരട്ടഹാസത്തോടെ ഭൃംഗസൈന്യം ഋഷിവനത്തിലേക്ക് ഇരച്ചു കയറിയത് അപ്പോഴാണ്. തിരിഞ്ഞൊന്ന് നോക്കാനാവും മുമ്പേ തല തന്നെ കഴുത്തിൽ നിന്ന് വേർപെട്ട അനുഭവം അവർ അറിഞ്ഞതേയില്ല. ഏകകാലത്ത് എല്ലാവരെയും ഒരുപോലെ നേരിടാൻ ഭൃങ്കനെ കഴിയൂ. അവൻ്റെ യുദ്ധതന്ത്രമായിരുന്നു അത്. താപസന്മാരുടെ രക്തം നിറഞ്ഞ് ഗോമതി നദി ചുവന്നു. ഹോമകുണ്ഡത്തിലെ അഗ്നിയിലേക്ക് താപസന്മാർ എടുത്തെറിയപ്പെട്ടു. അവിടമാകെ ഘോര അട്ടഹാസങ്ങളും ദീനരോധനങ്ങളും നിറഞ്ഞു. അവരൊക്കെ പിടഞ്ഞമർന്നു. ഭൃങ്കന്റെ ദൃഷ്ടിയിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടോടിയ ശാഖാതാവർ മഹർഷി വനത്തിനുള്ളിലെ വേതാള ഗുഹയിൽ അഭയം തേടി. ഋഷിവനത്തിനും അവിടുത്തെ താപസന്മാർക്കും നേരിട്ട ദുരന്തം ഓർത്ത് അദ്ദേഹം ഖിന്നനായി. ഭൃങ്കാസുരൻ ഭൂമിക്ക് ശാപമായിരിക്കുന്നു. ഈശ്വരനാമത്തിനു പകരം ഭൃങ്കായ നമ എന്ന മന്ത്രം ഭൂമിയിൽ നിറഞ്ഞു. അങ്ങനെ ജപിക്കുന്നവർക്കേ നിലനിൽപ്പുള്ളൂ എന്ന അവസ്ഥയിലായി കാര്യങ്ങൾ. ഘോരമൃഗങ്ങൾ പോലും ഭൃങ്കാസുരനാമം കേട്ടാൽ ഉൾക്കാട്ടിലേക്ക് പാഞ്ഞൊളിക്കും. ഭൂലോകം ആകെ ഭൃംഗദുരന്ത ഭീഷണിയിലായി. വേതാള ഗുഹയിലിരുന്ന് ശാഖാതാവർ മഹർഷി വിഷ്ണുവിനെ ഭജിച്ചു. അദ്ദേഹത്തിന് ദുഃഖം സഹിക്കാൻ കഴിയുമായിരുന്നില്ല. ഇത്തരമൊരനുഭവം തനിക്കുണ്ടാകുമെന്ന് അദ്ദേഹം കരുതിയതേയില്ല. ഒരസുരനെ പേടിച്ച് ഒളിവിൽ കഴിയേണ്ടി വന്നിരിക്കുന്നു. സഹതാപസരിൽ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയുന്നില്ല. ഇതുവരെ കണ്ട അസുരന്മാരിലൊക്കെ ഭയങ്കരനാണ് ഭൃങ്കൻ. അവൻ്റെ വിളയാട്ടം ഈ നിലയിൽ തുടർന്നാൽ നാളെ ഭൂലോകം തന്നെ പ്രപഞ്ചത്തിൽ നിന്ന് അപ്രത്യക്ഷമായെന്ന് വരും. അങ്ങനെയൊന്നും സംഭവിച്ചുകൂടാ. അതിനെന്തുണ്ട് മാർഗം? ഗുഹയിലെത്തിയ നിമിഷം മുതൽ മഹർഷി ചിന്തിച്ചത് അത് മാത്രമായിരുന്നു. ഈ ദുർഗതിയിൽ നിന്ന് മനുഷ്യകുലത്തിനൊരു രക്ഷാമാർഗം ഉണ്ടായേ തീരൂ. മഹർഷിയുടെ മനസ്സ് തപിച്ചുള്ള അന്വേഷണത്തിൽ ഒരു മാർഗം തെളിഞ്ഞു. ആപൽബാന്ധവനായ മഹാവിഷ്ണുവിനെ അല്ലാതെ ഇത്തരമൊരു ഘട്ടത്തിൽ മനുഷ്യകുലത്തെ രക്ഷിക്കാനാകില്ല. അങ്ങനെ അദ്ദേഹം ധ്യാനനിരതനായി. ആ ധ്യാനം പിന്നെ തപസ്സായി, മഹാതപസ്സായി. വേതാള ഗുഹയ്ക്ക് പുറത്ത് കാലം ഋതുക്കളായി കടന്നു പോകുന്നതൊന്നും മഹർഷി അറിഞ്ഞതേയില്ല. അദ്ദേഹം ഒരിക്കലും പുറത്തിറങ്ങാത്ത വിധമുള്ള സംവിധാനങ്ങളൊക്കെ ഭൃങ്കൻ ചെയ്തു വച്ചിട്ടുണ്ടായിരുന്നു. ശാഖാതാവരുടെ അന്ത്യം ആ ഗുഹയ്ക്കുള്ളിൽ തന്നെ ആയിരിക്കണമെന്ന് അവൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. കാലം എത്ര കഴിഞ്ഞാലും മഹാവിഷ്ണുവിനെ പ്രത്യക്ഷപ്പെടുത്തുക എന്നൊരു ലക്ഷ്യം മാത്രം. ഭൃങ്കാസുരന്റെ പരാക്രമം ഭൂമിക്ക് വരുത്തിയ മാറ്റങ്ങളൊന്നും മഹർഷി അറിഞ്ഞതേയില്ല. സച്ചിദാനന്ദ സ്വരൂപനായ മഹാവിഷ്ണു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ മനസ്സിൽ. അത്യുൽക്കടമായ തപശക്തി നേടിയിരുന്ന മഹർഷിയുടെ തപസ്സിനു മുന്നിൽ മഹാവിഷ്ണുവിന് പ്രത്യക്ഷനാകാതിരിക്കാൻ കഴിയുമായിരുന്നില്ല. വേതാള ഗുഹയിൽ 1000 പൂർണ്ണചന്ദ്രന്മാർ ഒരുമിച്ചുദിച്ചതുപോലെ പ്രകാശം നിറഞ്ഞു. മഹാവിഷ്ണു തേജോമയനായി മൃദുസ്മേരവദനായി ശാഖാതാവർ മഹർഷിയുടെ മുന്നിൽ നിന്നു. മഹർഷിയുടെ ദൗത്യം എന്തെന്നറിഞ്ഞ മഹാവിഷ്ണു സന്തുഷ്ടനായി. ഭൃങ്കാസുരന്റെ അപ്രമാദിത്യത്തെക്കുറിച്ച് വിശദമായി മനസ്സിലാക്കി. അങ്ങയുടെ ആഗ്രഹം പോലെ എല്ലാം സംഭവിക്കും.
ശാഖാതാവർ മഹർഷിക്ക് വേണ്ട അനുഗ്രഹങ്ങൾ നൽകി ഭഗവാൻ അന്തർധാനം ചെയ്തു. ദേവലോകത്ത് മടങ്ങിയെത്തിയ മഹാവിഷ്ണു ഉടൻ തന്നെ ദേവസഭ വിളിച്ചുകൂട്ടാൻ ദേവേന്ദ്രനോട് ആവശ്യപ്പെട്ടു. ദേവേന്ദ്രൻ സഭ വിളിച്ചുകൂട്ടി. ദേവന്മാർ എല്ലാവരും സന്നിഹിതരായി. ഭൃങ്കൻ എന്ന അസുരന്റെ ജനനം മുതലുള്ള സംഭവങ്ങൾ മഹാവിഷ്ണു സഭയിൽ അവതരിപ്പിച്ചു. അവൻ നേടിയ വരങ്ങളെക്കുറിച്ചും അറിയിച്ചു. അസാമാന്യ ബുദ്ധിമാനാണ് ഭൃങ്കൻ. ഒരിക്കലും സംഭവ്യമല്ലാത്ത കാര്യം പറഞ്ഞാണ് അവൻ വരബലം നേടിയിരിക്കുന്നത്. അവന്റെ ഇച്ഛാനുസാരം എല്ലാം ബ്രഹ്മാവ് സമ്മതിക്കുകയും ചെയ്തു. ആ വരബലത്തിന്റെ അഹന്തയാണിന്ന് ഭൂമിയിൽ കാണാനാവുന്നത്. അത്ര പെട്ടെന്നൊന്നും ഭൃങ്കനെ നശിപ്പിക്കാനാവില്ല. ഓരോ നിമിഷവും അവന്റെ ശക്തി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അവന്റെ നാശം അനിവാര്യമായിരിക്കുന്നു. അതിനുള്ള മാർഗം ഏറ്റവും വേഗം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. വിഷ്ണുവിനെ കൂടാതെ ബ്രഹ്മാവും ആദിത്യന്മാരും രൗദ്രന്മാരും വസുക്കളും അശ്വിനി ദേവന്മാരും വിദ്യാധരന്മാരും യക്ഷന്മാരും രക്ഷസുകളും ഗന്ധർവന്മാരും ഗുഹ്യന്മാരും ഒക്കെയുണ്ട് സഭയിൽ. പക്ഷേ സാക്ഷാൽ പരമശിവൻ മാത്രമേ എത്തിയിട്ടില്ല. സംഹാരമൂർത്തിയുടെ അസാന്നിധ്യം സർവരും ശ്രദ്ധിക്കുകയും ചെയ്തു. വസുക്കളുടെ കൂട്ടത്തിലെ ധരനും പ്രഭാസനും ദേവസഭ ചേരേണ്ടി വന്നതിനെക്കുറിച്ചും ശ്രീ പരമേശ്വരന്റെ സാന്നിധ്യത്തെക്കുറിച്ചും തൃപ്തരല്ലാതെയാണ് സംസാരിച്ചു തുടങ്ങിയത്. വരും വരായികകൾ നോക്കാതെ മുൻപിൻ ശ്രദ്ധിക്കാതെ എന്ത് വരവും ആർക്കും വാരിക്കോരി നൽകുന്ന ബ്രഹ്മാവിന്റെ സ്വഭാവമാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം. അത് വെച്ച് നോക്കുമ്പോൾ ഭൃംഗാസുരനല്ല കുറ്റക്കാരൻ, ബ്രഹ്മാവ് തന്നെയാണ്. ധരന്റെ അഭിപ്രായമായിരുന്നു. ധരന്റെ അതേ അഭിപ്രായമാണ് എനിക്കും, പ്രഭാസനൻ പറഞ്ഞു. ബ്രഹ്മാവ് പാത്രമറിഞ്ഞ് ദാനം ചെയ്യാത്തത് മൂലമുണ്ടാകുന്ന തെറ്റുകൾ മൂലം ഇനിയും എത്രയെത്ര തവണ നാം ഇങ്ങനെ കൂടേണ്ടി വരും. ഇങ്ങനെ എത്രയെത്ര ഭൃങ്കന്മാരെ ഭയന്ന് ദേവന്മാരും മനുഷ്യരും കഴിയേണ്ടി വരും. രോഷത്തോടെയായിരുന്നു ധരന്റെ ചോദ്യം. ബ്രഹ്മാവിനെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല. കഠിന തപസ് ചെയ്യുന്നവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടേണ്ടതും അവൻ ആഗ്രഹിക്കുന്ന വരം നൽകി തൃപ്തനാക്കേണ്ടതും ദേവന്മാരുടെ ധർമ്മമാണ്. ഗന്ധർവന്മാരുടെ അഭിപ്രായമായിരുന്നു അത്. വസുക്കളും ഗന്ധർവന്മാരും അതോടെ രണ്ടു പക്ഷത്തായി. സഭയിലെ ഓരോരുത്തരും തങ്ങളുടെ അഭിപ്രായം സഭയിൽ അവതരിപ്പിച്ചു. ബ്രഹ്മാവിനെ എതിർത്തവരും അനുകൂലിച്ചവരും ഉണ്ടായിരുന്നു. എല്ലാം കേട്ട് ആരുടെയും പക്ഷം ചേരാതെ പുഞ്ചിരിയോടെ മഹാവിഷ്ണു ഇരുന്നു. അതും ധരന് അതൃപ്തിക്ക് കാരണമായി. എന്തെങ്കിലും അഭിപ്രായം പറയണമെന്ന് അദ്ദേഹം മഹാവിഷ്ണുവിനോട് ആവശ്യപ്പെട്ടു. അപ്പോഴും വിഷ്ണുവിന്റെ ചുണ്ടിൽ പുഞ്ചിരി മാത്രം. അഭിപ്രായം പറയേണ്ടത് മഹാവിഷ്ണുവല്ല, ബ്രഹ്മാവാണ്. യക്ഷന്മാരുടെ അഭിപ്രായം അതായിരുന്നു. ഒടുവിൽ ബ്രഹ്മാവ് മറുപടി പറഞ്ഞു. ലോകനീതികൾ പലതാണ്. ധർമ്മം അധർമ്മം, നീതി അനീതി, അങ്ങനെ നല്ലതും ചീത്തയും കൂടിക്കലർന്നതാണ്. അപ്പോൾ വഴി തെറ്റുന്നവരും വഴി തെറ്റിക്കുന്നവരും ഉണ്ടാകും. അവരെയെല്ലാം നേർവഴിയിലേക്ക് കൊണ്ടുവന്ന് മനുഷ്യജന്മങ്ങളെ കാട്ടിക്കൊടുക്കേണ്ടതും അവർക്ക് നന്മ നൽകേണ്ടതും ദൈവത്തിന്റെ ചുമതലയല്ലേ? ഭൃംഗാസുരൻ ജനിക്കേണ്ടതൊരു ആവശ്യമാണ്. അതുപോലെ അവനെ നിഗ്രഹിക്കേണ്ടതും ആവശ്യം തന്നെ. അത് മനസ്സിലാക്കാൻ കഴിവുള്ള നാം വരം നൽകിയെന്ന കാരണം പറഞ്ഞ് നമ്മെ കുറ്റപ്പെടുത്തുന്നത് ഉചിതമാണോ? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ചർച്ച ചെയ്യാനല്ലേ നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ഈ സഭയിൽ ശ്രീ പരമേശ്വരന്റെ സാന്നിധ്യം അത്യന്താപേക്ഷിതമായിരുന്നില്ലേ? കൈലാസനാഥനെ യഥോചിതം ക്ഷണിക്കാത്തത് കൊണ്ടായിരിക്കില്ലേ ആ അസാന്നിധ്യം? വീണ്ടും ധരൻ ഇടപെട്ടു. ആയില്യം നക്ഷത്രമാണിന്ന് നാഗരാജന്റെ ജന്മദിനം. ഇതിന്റെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളാൻ നാഗലോകത്തേക്ക് പോയിരിക്കുകയാണ് സാക്ഷാൽ നാഗഭൂഷൺ. ബ്രഹ്മാവ് വിശദീകരിച്ചു. നാഗശയ്യയിലാണ് മഹാവിഷ്ണുവിന്റെ ശയനം. മഹേശ്വരിയുടെ വളകളും കുണ്ടലങ്ങളും നാഗങ്ങളാണ്. ശിവപെരുമാളാകട്ടെ നാഗത്തെ കണ്ടത്തിൽ തന്നെ ആഭരണമായി ധരിച്ചിരിക്കുന്നു. നാഗങ്ങളുമായി ബന്ധമുള്ള പല ദേവന്മാരും വേറെയുണ്ട്. എന്നിട്ടും അവർ നാഗലോകത്തേക്ക് പുറപ്പെടാതെ ഈ ദേവസഭയ്ക്ക് പ്രാധാന്യം നൽകിയില്ലേ? ഒന്നുകിൽ പരമേശ്വരന് ഈ സഭയുടെ പ്രാധാന്യം അറിയില്ല, അല്ലെങ്കിൽ ദേവേന്ദ്രൻ സഭ ചേരുന്ന വിവരം അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ടായിരിക്കില്ല. ധരൻ വിടാനുള്ള ഭാവമില്ല. ബ്രഹ്മദേവൻ പണ്ട് പുഷ്കരദ്വീപിൽ ഒരു യാഗം ഇങ്ങനെ നടത്തിയതാണ് നമുക്ക് ഓർമ്മ വരുന്നത്, പ്രഭാസനൻ പറഞ്ഞു. ദേവകളെല്ലാം ആ യാഗത്തിൽ പങ്കെടുത്തിരുന്നു. നദികളും പർവ്വതങ്ങളും വരെ പങ്കുചേർന്നു. പക്ഷേ സരസ്വതി നദി മാത്രം എത്തിയില്ല. അത് മനസ്സിലാക്കിയ ബ്രഹ്മദേവൻ അപ്പോൾ തന്നെ സരസ്വതിയെ സ്മരിക്കുകയും സരസ്വതി നദി 7 വിധത്തിൽ അവിടെ പ്രത്യക്ഷപ്പെടുകയും ചെയ്തില്ലേ? അതുപോലെ അങ്ങയ്ക്ക് എന്തുകൊണ്ടിവിടെ ഗംഗാധരനെ വരുത്തിക്കൂടാ? ഉത്കണ്ഠനെ ഇക്കാര്യം ധരിപ്പിക്കേണ്ടതല്ലേ? ഉടൻ തന്നെ നാം അതിന് പരിഹാരമുണ്ടാക്കുന്നുണ്ട്. ദേവേന്ദ്രനാണ് ആ മറുപടി പറഞ്ഞത്. ദേവേന്ദ്രൻ പറഞ്ഞു നിർത്തിയ നിമിഷം നാരദ മഹർഷിയുടെ ശബ്ദം മുഴങ്ങി. നാരായണ നാരായണ! ദേവസഭ ഒന്നടങ്കം നാരദ മഹർഷിയെ ആദരിച്ചു. സദസ്യരെ, നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാമായിരിക്കും പണ്ട് കൈലാസത്തിലെ കൊട്ടാരം പരിചാരികയായിരുന്ന മനസ്സിനിയെ. പാർവതീദേവിയുടെ ശാപം ഏറ്റുവാങ്ങി പുളിക്കുന്നൻ വനത്തിൽ മലയരാജാവിൻ്റെ മകളായി വസിക്കുന്നുണ്ട് മനസ്സിനി.
മനസ്സിനിയുടെ ശാപമോക്ഷത്തിനുള്ള സമയം ആഗതമായിരിക്കുന്നു. ഭൃംഗവധത്തിനു കാരണമാകേണ്ട ശ്രീ പരമേശ്വരൻ മൃഗയാ വിനോദത്തിന് പള്ളിവേട്ടയ്ക്ക് പുറപ്പെട്ടിട്ട് കാലവും കുറേയായി. കൃത്യമായി പറഞ്ഞാൽ 2 പതിറ്റാണ്ട് തികയുന്നു. ഇപ്പോൾ ശ്രീ പരമേശ്വരനും പാർവതീദേവിയും പള്ളിവേട്ട നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. അടുത്ത പൗർണമി നാളിൽ യാത്ര പുറപ്പെടാനാണ് ഒരുക്കം. അവർ പോകുന്നത് പുളിക്കുന്നൻ വനത്തിലേക്കാണ്. ഈ യാത്രയിൽ അവർ ഭൃംഗാസുരവധത്തിനുള്ള പുത്രാവതാരത്തിനു വേണ്ടി വനവാസം അനുഷ്ഠിക്കുക തന്നെ വേണം. അതിന് നാം ശ്രീ പരമേശ്വരനെയും പാർവതീദേവിയെയും പ്രേരിപ്പിക്കണം. അവർ യാത്ര പുറപ്പെടുന്നത് ഭൂമിയിലെ മനുഷ്യകുലത്തിൻ്റെ തന്നെ രക്ഷയ്ക്ക് വേണ്ടിയാകണം. നാരദ മഹർഷിയുടെ വാക്കുകൾ ദേവസഭ ഒന്നായി അംഗീകരിച്ചു. ദേവസഭാതലത്തിൽ നടന്ന സംഭാഷണങ്ങളെക്കുറിച്ച് ശ്രീ പരമേശ്വരനെയും പാർവതീദേവിയെയും അറിയിക്കാൻ നാരദൻ അപ്പോൾ തന്നെ കൈലാസത്തിലേക്ക് പുറപ്പെട്ടു. നാരായണ നാരായണ. പാർവതീദേവിയുമൊത്ത് ഇരിക്കുകയായിരുന്ന മഹേന്ദ്രന്റെ മുഖം പ്രസന്നമായി. നടന്നെടുക്കുന്ന നാരദരെ പ്രതീക്ഷിച്ചതുപോലെയുണ്ടായിരുന്നു ആ ഭാവം. വരൂ നാരദരെ, നാം ഇപ്പോൾ അങ്ങയെ സ്മരിച്ചതേയുള്ളൂ. പറയൂ, ഭൂമിയിൽ എന്തെല്ലാമാണ് പുതിയ വിശേഷം? നമ്മുടെ ഭക്തരെല്ലാം സന്തുഷ്ടരായി കഴിയുന്നില്ലേ? ഋതുക്കൾ 6 കൃത്യമായി എത്താറില്ലേ? ആപത്ശങ്കയില്ലാതെ സർവരും പുലരുന്നില്ലേ? കുസൃതി നിറഞ്ഞ പുഞ്ചിരിയോടെ മഹേശ്വരൻ ചോദിച്ചു. അപ്പോൾ വിഷ്ണുമായയുടെ 3ാമത്തെ ഭാഗം ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഭാഗം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും കേൾക്കാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഹരേ കൃഷ്ണ.